ഹലോ ഫ്രണ്ട്സ്, നാളെ നടക്കുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ രണ്ടാം ഘട്ട പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അതായത് നാളെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയേറിയ കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ക്ലാസ് അവസാനം വരെ കാണുക. എല്ലാ കൂട്ടുകാരും മാർക്ക് ഇതിൽ നിന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര്? ഡി ഗുഗേഷ് ആണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോളാം, ഡി ഗുഗേഷ് ആണ്. ഡി ഗുഗേഷ് തോൽപ്പിച്ചത് ഡിങ് ലെയറിനെയാണ്. ചൈനക്കാരനായ ഡിങ് ലെയറിനെ തോൽപ്പിച്ചാണ് ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ ആയത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആണ് ഒന്നുകൂടെ ഞാൻ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയൊരു ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആരാണ്? ഡി ഗുഗേഷ്. ഡി ഗുഗേഷ് തോൽപ്പിച്ചത് ഡിങ് ലെയറൻ ചൈന. ഡിങ് ലെയറൻ ചൈന. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുസാറ്റ് സർവകലാശാലയ്ക്കാണ്. കേരളത്തിൽ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കുസാറ്റ് സർവകലാശാല. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ, 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. ക്ലിയർ ആണ്. അടുത്തത്, കേരള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയുടെ പേരാണ് മാർഗദീപം. നോട്ട് ചെയ്തോണേ, ചോദിക്കും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയുടെ പേരാണ് മാർഗദീപം പദ്ധതി. മാർഗദീപം. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രം ഏതാണ്? ഇൽ ഫ്ലോഗിയോ ആണ്. ഇതൊരു ഇറ്റാലിയൻ ദിനപത്രമാണ്. നോട്ട് ചെയ്തോണേ, പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഇൽ ഫ്ലോഗിയോ ഇറ്റാലിയൻ ദിനപത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കച്ചിലാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കച്ചിലാണ് കേട്ടോ. 2025 ഖോഖോ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? തേജസ്സും താരയുമാണ്. തേജസ്സും താരയും എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നിൽക്കുന്നതാണ്, ഒരു ആനിമേഷൻ പോലത്തെ. അതാണ് ഔദ്യോഗിക ചിഹ്നമായിട്ട് വരുന്നത്. അപ്പോൾ 2025 ഖോഖോ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? തേജസ്സും താരയുമാണ്. അപ്പോൾ 2025 ഖോഖോ ലോകകപ്പിൻ്റെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ന്യൂഡൽഹി. നമ്മുടെ ഇന്ത്യയാണ് പ്രഥമ ചാമ്പ്യൻ. ആരാണ്? നമ്മളെ ഇന്ത്യ തന്നെയാണ് ചാമ്പ്യനായിട്ട് വരുന്നത്. ക്ലിയർ ആണ്. അപ്പോൾ അത്രയോടെ ഒന്ന് ഓർത്ത് വെക്കണം. നമ്മൾ സ്പോർട്സ് കറണ്ട് അഫയർ ക്ലാസ്സിൽ അത് മാക്സിമം ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ ശ്രമിക്കുക. അടുത്തത്, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? സിംഗപ്പൂർ. ഡിസ്നി ലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ആതിരപ്പള്ളി. നോട്ട് ചെയ്തോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മാർക്ക് ഉറപ്പിച്ചോ. അപ്പോൾ എന്താണ്? ഡിസ്നി ലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ആതിരപ്പള്ളി. ക്ലിയർ ആണ്. അസമിൽ നടന്ന സംയുക്ത ദുരന്ത നിവാരണ പരിശീലനത്തിൻ്റെ പേരെന്താണ്? എക്സസൈസ് രാഹത്താണ് കേട്ടോ. എക്സസൈസ് രാഹത്താണ്. അപ്പോൾ എന്താണ്? അസമിൽ നടന്ന സംയുക്ത ദുരന്ത നിവാരണ പരിശീലനത്തിൻ്റെ പേരെന്താണ്? എക്സസൈസ് രാഹത്ത് കേട്ടോ. എക്സസൈസ് രാഹത്ത് എന്ന് ചോദിച്ചാൽ പറയണം അസമിൽ നടന്ന സംയുക്ത ദുരന്ത നിവാരണ പരിശീലനമാണ്. ക്ലിയർ ആണേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളം വെട്ടിച്ചുരുക്കുന്ന ബാഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെനാബ് നദിയിലാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. അപ്പോൾ എന്താണ്? ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളം വെട്ടിച്ചുരുക്കുന്ന ബാഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെനാബ് നദിയിലാണ്. അപ്പോൾ ചെനാബ് നദിയിലാണ് കേട്ടോ. ബാഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ചെനാബ് നദി. നോട്ട് ചെയ്തോണേ. അടുത്തത്, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആചരിക്കാൻ പോകുന്ന
ആചരിക്കാൻ പോകുന്ന ഏകീകൃത ആരംഭിക്കാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ECI നെറ്റ് ആണ്. ECI നെറ്റ് കേട്ടോ. അപ്പോൾ എന്താണ്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിക്കാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ചോദിച്ചത്. ECI എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ECI കേട്ടുള്ളൂ. പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് നെറ്റുമായിട്ട് കണക്ട് ചെയ്തോ നെറ്റ്. അപ്പോൾ ECI നെറ്റാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിക്കാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേര് കേട്ടോ. ക്ലിയർ ആണ്? 2026 ഏഷ്യൻ ഗെയിംസിൽ അരങ്ങേറ്റം കുറിക്കുന്ന പോരാട്ട കായിക ഇനം ഏതാണ്? മിക്സഡ് മാർഷൽ ആർട്സ് ആണ് കേട്ടോ. നോട്ട് ചെയ്തോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2026 നോട്ട് ചെയ്തോണേ, 2026 ഏഷ്യൻ ഗെയിംസിൽ അരങ്ങേറ്റം കുറിക്കുന്ന പോരാട്ട കായിക ഇനം ഏതാണ്? മിക്സഡ് മാർഷൽ ആർട്സ് ആണ്. മിക്സഡ് മാർഷൽ ആർട്സ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശജനാരാണ്? ശുഭാംശു ശുക്ല കേട്ടോ. ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശജനാരാണ്? ശുഭാംശു ശുക്ല. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ജൂഡോ റഫറി ആരാണ്? K ജയശ്രീ കേട്ടോ. നോട്ട് ചെയ്തോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ജൂഡോ റഫറി K ജയശ്രീ കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ജൂഡോ റഫറിയാണ് K ജയശ്രീ. നോട്ട് ചെയ്തോണേ. അടുത്തത് 2025 മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നേരത്തെയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക കേട്ടോ. അപ്പോൾ എന്താണ്? 2025 മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? നേരത്തെയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ബോധ്യമായാൽ വിവരം ഫോൺ വിളിച്ചോ വാട്സാപ്പ് മുഖേനയോ എക്സൈസുമായി പങ്കുവെക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിയുടെ പേരാണ് നേർവഴി പദ്ധതി കേട്ടോ. നേർവഴി പദ്ധതി. അതായത് വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ വിളിച്ചോ വാട്സാപ്പ് മുഖേനയൊക്കെയോ എക്സൈസ് വകുപ്പിനെ പങ്കുവെക്കാൻ ഒരുക്കുന്ന പദ്ധതിയാണ് നേർവഴി. അപ്പം വിദ്യാർത്ഥികളെ നമ്മൾ നേർവഴിക്ക് നടത്തുന്ന ഒരു പദ്ധതിയാണ്. കണക്ട് ചെയ്തോ, വിദ്യാർത്ഥികളെ നേർവഴിക്ക് നടത്തുന്ന ഒരു പദ്ധതിയാണ് നേർവഴി പദ്ധതി. അപ്പം നേർവഴി പദ്ധതി എന്താണ്? വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ബോധ്യമായാൽ വിവരം ഫോൺ വിളിച്ചോ വാട്സാപ്പ് മുഖേനയോ എക്സൈസുമായി പങ്കുവെക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിയുടെ പേരാണ് നേർവഴി പദ്ധതി. നേർവഴി പദ്ധതി. ക്ലിയർ ആണേ? ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനവ് കേട്ടോ. കനവ്. അപ്പോൾ എന്താണ്? ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനവ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രത്തിൻ്റെ പുതിയ പേരെന്താണ്? മേരാ യുവ ഭാരത് അഥവാ മൈ ഭാരത് എന്നാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ. ഇപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രത്തിൻ്റെ പുതിയ പേര്. അപ്പോൾ നെഹ്റു യുവകേന്ദ്രത്തിൻ്റെ പുതിയ പേരെന്താണ്? മേരാ യുവ ഭാരത്. മേരാ യുവ ഭാരത്. അപ്പോൾ അതിന് ഇംഗ്ലീഷ് പറയുന്നത് മൈ ഭാരത് എന്നാണ് കേട്ടോ. അതോടെ ഓർത്ത് വെച്ചോണേ. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരെന്താണ്? കെടാവിളക്ക് കേട്ടോ. കെടാവിളക്ക്. മാർഗദീപം എന്താണ്? 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പാണ് കേട്ടോ. അപ്പോൾ രണ്ടും തമ്മിൽ തെറ്റിപ്പോയല്ലോ. ഇത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ച് ഉൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്താനായി ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ് കേട്ടോ. എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് പറയുന്നത് എക്സ്പോസാറ്റ് ഫുൾ ഫോം. എന്താണ്? ബഹിരാകാശത്ത് എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ച് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കണ്ടെത്താനായി ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ് കേട്ടോ. എക്സ്പോസാറ്റ്. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന കേരളത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സംരക്ഷണ പദ്ധതി. കാസ്പ് KASP ആണ്. KASP ഒരു ഏതോ ഒരു LDC പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഏതൊരു LDC പരീക്ഷ KASPയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടെ നോട്ടിലും KASPയുടെ ഫുൾ ഫോം എന്താണ്? കാരുണ്യ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ. നോട്ട് ചെയ്തോണേ. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി. നോട്ട് ചെയ്തോണേ. ചികിത്സയ്ക്കായി കൊടുക്കുന്ന കേരളത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സംരക്ഷണ പദ്ധതി.
സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ MSME 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളായി ഉയർത്തുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ 1000 കേട്ടോ. മിഷൻ 1000 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലുമാണ് കേട്ടോ. ഈ അടുത്തുള്ള പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ്. അപ്പം നോട്ട് ചെയ്തോണേ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളായി ഉയർത്തുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ 1000, മിഷൻ 1000. രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പാലിയേറ്റീവ് ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കണക്ട് ചെയ്തോണേ, രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്താണ്, രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. കാലാവസ്ഥാ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുകയും കാർഷിക മേഖല ഉടച്ചു വാർക്കുകയും ലക്ഷ്യം വെച്ച് ആരംഭിക്കുന്ന പദ്ധതിയാണ് കേര പദ്ധതി കേട്ടോ. നോട്ട് ചെയ്തോണേ, കാലാവസ്ഥാ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുകയും കാർഷിക മേഖല ഉടച്ചു വാർക്കുകയും ലക്ഷ്യം വെച്ച് ആരംഭിക്കുന്ന പദ്ധതിയാണ് കേര പദ്ധതി കേട്ടോ. ക്ലിയർ ആണേ. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. അപ്പോൾ എന്താണ്, സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതിയുടെ പേരാണ് സുജലം പദ്ധതി. അതുപോലെ ജലം കണ്ടില്ലയോ, അത് വെച്ച് കണക്ട് ചെയ്തോണം. കുപ്പിവെള്ളമല്ലേ, സുജലം പദ്ധതി എന്ന് കണക്ട് ചെയ്തോണം. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സുജലം പദ്ധതി കേട്ടോ. ആ വിൽക്കുന്ന കുപ്പിവെള്ളത്തിൻ്റെ ബ്രാൻഡിൻ്റെ പേരാണ് ഹില്ലി അക്വ കേട്ടോ. റേഷൻ കടകളിലൂടെ കൊടുക്കുന്ന കുപ്പിവെള്ളത്തിൻ്റെ ബ്രാൻഡിൻ്റെ പേരെന്താണ്? ഹില്ലി അക്വ. ക്ലിയർ ആണേ. സംസ്ഥാനത്ത് കാഴ്ചപരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നടപ്പിലാക്കുന്ന ബ്രെയിൻ ലിപി സാക്ഷരതാ പരിപാടിയാണ് ദീപ്തി കേട്ടോ. നോട്ട് ചെയ്തോണേ, സംസ്ഥാനത്ത് കാഴ്ചപരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നടപ്പാക്കുന്ന ബ്രെയിൻ ലിപി സാക്ഷരതാ പരിപാടിയാണ് ദീപ്തി പദ്ധതി. ക്ലിയർ ആണേ. അടുത്തത് 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡൻ്റാണ് JD വാൻസ് കേട്ടോ. JD വാൻസ്. നോട്ട് ചെയ്തോണേ, അമേരിക്കൻ വൈസ് പ്രസിഡൻ്റാണ് JD വാൻസ് കേട്ടോ. JD വാൻസ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ ഓപ്ഷനിൽ ഡൊണാൾഡ് ട്രംപ് ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് നോട്ട് ചെയ്തോണം. വൈസ് പ്രസിഡൻ്റ് ആണ് JD വാൻസ്, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. തിരിഞ്ഞു പോലെ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് പുല്ലമ്പാറ പഞ്ചായത്ത്. നല്ലൊരു ക്വസ്റ്റ്യനാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയൊരു ക്വസ്റ്റ്യനോടാണ്. അപ്പോൾ നോട്ട് ചെയ്തോണേ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത, നോട്ട് ചെയ്തോണേ, ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് പുല്ലമ്പാറ പഞ്ചായത്ത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് 2025 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെ? PR ശ്രീജേഷ് സ്പോർട്സ്, അതുപോലെ തന്നെ ജോസ് ചാക്കോ പെരിയപുരം മെഡിസിനാണ്. നമ്മൾ പഠിച്ചതാണ് പത്മ അവാർഡ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. പത്മ അവാർഡ്സ് മൊത്തം പഠിച്ചതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. 2025 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെ? PR ശ്രീജേഷും ജോസ് ചാക്കോ പെരിയപുരം. PR ശ്രീജേഷ് കായിക വിഭാഗത്തിൽ നിന്നാണ്, സ്പോർട്സിൽ നിന്നാണ്. ഹോക്കി താരമാണ്, ഗോൾ കീപ്പറാണ് PR ശ്രീജേഷ്. അതുപോലെ തന്നെ ജോസ് ചാക്കോ പെരിയപുരം മെഡിസിൻ വിഭാഗത്തിൽ നിന്നാണ്, ആരോഗ്യരംഗത്തു നിന്നാണ് വരുന്നത് കേട്ടോ. ജോസ് ചാക്കോ പെരിയപുരം. ക്ലിയർ ആണേ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന പോലീസിൻ്റെ പുതിയ മേധാവി ആരാണ്? റവാഡ ചന്ദ്രശേഖർ. സംസ്ഥാന പോലീസിൻ്റെ പുതിയ മേധാവി അഥവാ DGP ആരാണ്? റവാഡ ചന്ദ്രശേഖർ. കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ്? OM ശാലീന. അപ്പോൾ എന്താണ്, കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ്? OM ശാലീന. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് കേട്ടോ. അപ്പോൾ നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക, നോട്ട് ചെയ്തോണേ, നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ക്ലിയർ ആണ്. ചിന്നാർ മരങ്ങൾ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ നോട്ട് ചെയ്തോണേ, ചിന്നാറാണ്. ചിന്നാർ മരങ്ങൾ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാമാണ് കേട്ടോ. അപ്പോൾ സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആസാം.
സംസ്ഥാന ഇലക്ഷൻ വകുപ്പിൻ്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1950 ആണ് കേട്ടോ. 1950 1950 1950. സംസ്ഥാന ഇലക്ഷൻ വകുപ്പിൻ്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പറാണ് 1950. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ബിപർജോയ് ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഗുജറാത്തിലാണ്. നോട്ട് ചെയ്തോണേ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ബിപർജോയ് ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഗുജറാത്തിലാണ്. ഡാന ചുഴലിക്കാറ്റ് ഭീഷണി നേരിട്ട സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. നോട്ട് ചെയ്തോണേ. ഒഡീഷയാണ്. ഡാന ചുഴലിക്കാറ്റ് ഭീഷണി നേരിട്ട സംസ്ഥാനം ഒഡീഷ. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ബിപർജോയ് ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഗുജറാത്താണ്. അതുപോലെ തന്നെ ഡാന ചുഴലിക്കാറ്റ് ഭീഷണി നേരിട്ട സംസ്ഥാനം ഒഡീഷയാണ്. 27ാമത് ഷാങ്ഹായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമയാണ് വിക്ടോറിയ. 27ാമത് ഷാങ്ഹായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ഏതാണ്? വിക്ടോറിയ. ക്ലിയർ ആണ്. സുനിത വില്യംസും ബാരി വിൽമോരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരികെ എത്തിയ പേടകം ഏതാണ്? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ആണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്താണ് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. സുനിത വില്യംസും ബാരി വിൽമോരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരികെ എത്തിയ പേടകം ഏതാണ്? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ AI ചാറ്റ് ബോട്ട് ഏതാണ്? ജെമിനിയാണ് കേട്ടോ. ഗൂഗിളിൻ്റെ AI ചാറ്റ് ബോട്ട് ഏതാണ്? ജെമിനിയാണ്. നോട്ട് ചെയ്തോണേ, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഗൂഗിളിൻ്റെ AI ചാറ്റ് ബോട്ട് ഏതാണ്? ജെമിനി. ചൂരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ്? UK കുമാരനാണ് കേട്ടോ. ചൂരൽമല നമുക്കറിയാം, വയനാട് ദുരന്തമൊക്കെ നടന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായി, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചൂരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ്? UK കുമാരൻ. 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. അപ്പോൾ 2025 ഏപ്രിൽ മാസത്തിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹെപ്പറ്റൈറ്റിസ് A വാക്സിൻ ഏതാണ്? ഹാവിഷ്യൂർ ആണ്. ഒരു മാർക്ക് ഉറപ്പിച്ചോ, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹെപ്പറ്റൈറ്റിസ് A വാക്സിൻ ഏതാണ്? ഹാവിഷ്യൂർ ആണ്. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്ര മുക്ത മണ്ഡലം ഏതാണ്? ധർമ്മടമാണ് കേട്ടോ. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്ര മുക്ത മണ്ഡലം ഏതാണ്? ധർമ്മടമാണ്. ധർമ്മടം ഏത് മണ്ഡലമാണ്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം. 2025 ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ ഓർ ഇന്ത്യൻ നടൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാലാണ്. നമ്മുടെ മോഹൻലാലാണ് കേട്ടോ. കേരളത്തിൻ്റെ മോഹൻലാലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ആദരിക്കപ്പെട്ട, അതായത് 2025 ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ ഓർ അഥവാ ആദരിക്കപ്പെട്ട ഇന്ത്യൻ നടൻ എന്ന് ചോദിച്ചാലും മോഹൻലാലാണ് കേട്ടോ. മോഹൻലാൽ. ഗണിതശാസ്ത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ആബേൽ പുരസ്കാരം 2025 നേടിയത് മസാക്കി കഷിവാരയാണ്. പേര് കേൾക്കുമ്പോഴല്ലേ മസാക്കി കഷിവാര, ജപ്പാൻ സ്വദേശിയാണ്. അപ്പോൾ നോട്ട് ചെയ്തോണേ, ഗണിതശാസ്ത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ആബേൽ പുരസ്കാരം 2025 നേടിയത് മസാക്ക കഷിവാര, ജപ്പാൻ. 2025 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാന്ന് നോക്കാം. ഡി ഗുഗേഷ് ചെസ് ചാമ്പ്യൻ, ചെസ് വിഭാഗത്തിൽ നിന്ന്, ഹർമൻ പ്രീത് സിംഗ് ഹോക്കി, മനു ഭാക്കർ ഷൂട്ടിങ്, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്, ഹൈ ജമ്പ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചോ, നാളത്തെ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിരിക്കും. അപ്പോൾ എന്താണ് 2025 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ഡി ഗുഗേഷ്, 4 പേർക്കാണ് ലഭിച്ചത്. ഡി ഗുഗേഷ് ചെസ് ചാമ്പ്യൻ, ചെസ്, ഹർമൻ പ്രീത് സിംഗ് ഹോക്കി, മനു ഭാക്കർ ഷൂട്ടിങ്, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്, ഹൈ ജമ്പ് കേട്ടോ. പാരാ അത്ലറ്റിക് ഹൈ ജമ്പാണ് പ്രവീൺ കുമാർ കേട്ടോ. അപ്പോൾ ഇത്രയും പേരുടെ പേരും അവരുടെ ഏത് കായിക വിഭാഗമാണെന്ന് ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോവുക, നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഏറിയതാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, 2024 GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോത്പന്നം ഏതാണ്? നിലമ്പൂർ തേക്കാണ് കേട്ടോ. അപ്പോൾ 2024 GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോത്പന്നമാണ് നിലമ്പൂർ തേക്ക് കേട്ടോ. അപ്പോൾ നിലമ്പൂർ തേക്ക്. അപ്പോൾ നിലമ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്തിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലമാണ് നിലമ്പൂർ. നിയമസഭാ മണ്ഡലത്തിൽ അടുത്തിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അപ്പം നിലമ്പൂരിലെ അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ വിജയിച്ച MLA ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആര്യാടൻ ഷൗക്കത്താണ്. അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂർ MLA അടുത്തിടെ തെരഞ്ഞെടുക്കപ്പെട്ട. ക്ലിയർ ആണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതെന്നാണ് 2025 ഏപ്രിൽ 6. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതെന്നാണ് 2025 ഏപ്രിൽ 6. ചെനാബ് റെയിൽവേ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ് 2025 ജൂൺ 6 കേട്ടോ. അപ്പോൾ ഏപ്രിൽ 6 ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തു. ചെനാബ് റെയിൽവേ പാലം
2025 ജൂൺ 6-നാണ്. അതുപോലെ തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2-നാണ് കേട്ടോ. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ് 2025 മെയ് 2-നാണ്. അതുപോലെ തന്നെ നിലവിലെ കേരള കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുൾ റഹ്മാനാണ് കേട്ടോ. നിലവിലെ കേരള കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുൾ റഹ്മാനാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവനാണ് തുറമുഖ വകുപ്പ് മന്ത്രി. ദേവസ്വം മന്ത്രി VN വാസവനാണ്. അതുപോലെ തന്നെ അടുത്ത പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? OR കേളുവാണ് കേട്ടോ. അതോടൊന്ന് ഓർത്തിരിക്കണം. റാം കെയർ ഓഫ് ആനന്ദി പുരസ്കാരം രചിച്ച ആരാണ്? അഖിൽ P ധർമ്മജനാണ്. അപ്പം റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ ഈ പുസ്തകം അടുത്തിടെ ന്യൂസുകളിലെല്ലാം ഭയങ്കര പോപ്പുലറായിട്ട് ഇന്നൊരു പുസ്തകമാണ്. അപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി പുസ്തകം രചിച്ച ആരാണ്? അഖിൽ P ധർമ്മജനാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നാളത്തെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ് മാക്സിമം റിപ്പീറ്റ് ചെയ്ത് ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതിൽ നിന്ന് നാളത്തെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ വരുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ടോപ്പിക് വൈസായിട്ട് തന്നെ ഹോട്ട് ടോപ്പിക്സ് വൈസായിട്ട് തന്നെ ഇപ്പം എല്ലാ ടോപ്പിക്കിലും നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മുടെ ചാനൽ കയറി കാണാൻ സാധിക്കും. കറണ്ട് അഫയേഴ്സ് ന്യൂ എന്ന് പറഞ്ഞാൽ ആ പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ ഷുവർ ഷോട്ട് കറണ്ട് അഫയർ ചോദ്യങ്ങളുണ്ട്, അതുകൂടെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ടോപ്പിക്കായിട്ടുള്ള കറണ്ട് അഫയർ ക്ലാസ്സുകൂടെ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്നെല്ലാം നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെടും. അപ്പം നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്താണ് നിങ്ങൾക്ക് മുമ്പ് ക്ലാസ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്താണ് മാക്സിമം എല്ലാവരും കാണുന്നത്. മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്ക് എത്താൻ വേണ്ടി ഒന്ന് ഹൈപ്പ് ചെയ്യുക, ഷെയറോടെ ചെയ്യുക. അപ്പം നാളെ പരീക്ഷ എഴുതാൻ പോകുന്നവരെല്ലാം നമ്മുടെ കറണ്ട് അഫയർ ക്ലാസ്സസ് എല്ലാം മാക്സിമം കണ്ടിട്ട് പോകുക. അപ്പോൾ കറണ്ട് അഫയർ 20 മാർക്കും നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ 100% ഉറപ്പ് വരുന്നു. അപ്പം നമ്മുടെ ക്ലാസ് മുഴുവനായി കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.